അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ശ്രദ്ധയോടുകൂടെ നമസ്കരിക്കുവാൻ നമുക്കാവശ്യമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഇൻഷാ അല്ലാഹ് അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ്സാണ് ആദ്യമായി കേൾക്കുന്നതെങ്കിൽ ആദ്യ ഭാഗം കേട്ടതിന് ശേഷമായിരിക്കണം ഈ ഭാഗം കേൾക്കേണ്ടത്. അല്ലെങ്കിൽ ഇതിൻ്റെ തുടർച്ച നമുക്ക് നഷ്ടപ്പെടും. മാത്രമല്ല, അതിൻ്റെ ബാക്കിയാണ്, അവിടെ നമ്മൾ പഠിച്ചതിൻ്റെ ബാക്കിയാണ് ഇവിടെ പഠിക്കുന്നത്. ആ പഠിച്ചത് ഇവിടെ ആവർത്തിക്കുന്നില്ല. നമ്മളതിൽ അവസാനമായിട്ട് പറഞ്ഞൊരു സംഗതി, നിസ്കാരത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നത് നമ്മൾ കേട്ടുകൊണ്ട് ആ പ്രാർത്ഥന നിർവഹിക്കുക എന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ രൂപവും കാണിച്ചു തന്നു. അപ്പോൾ ചില ആളുകളെങ്കിലും വിളിച്ചു ചോദിച്ചിരുന്നു, അതെങ്ങനെ കണ്ട് മനസ്സിലാകുന്നില്ലല്ലോ, എങ്ങനെ ഇപ്പോൾ നമ്മൾ കേൾക്കുക എന്ന് പറയുമ്പോൾ അത് ശബ്ദം ഉയർത്തിയിട്ട് ഓതുകയാണോ വേണ്ടത് എന്നൊക്കെ. അങ്ങനെയല്ല, നമ്മൾ സാധാരണ ഓതുന്നത് പോലെ തന്നെ ഓതുക. സൂറത്തുൽ അതാണ് നമ്മൾ ആ വീഡിയോ നിങ്ങളൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മൾ ഓതുന്നത് നമ്മൾ സാധാരണ ഓതുന്നത് പോലെ, സൂറത്തുൽ ഫാത്തിഹ ഉദാഹരണം, അത് ഓതുന്നത് പോലെ തന്നെ ഓതിയിട്ട് ആ ഓതുന്നതിനെങ്ങനെ കേട്ടു നോക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പ്രാക്ടീസിലൂടെ നമുക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെ കേട്ടുകൊണ്ട് നമ്മളത് ഓതുമ്പോൾ ആ ഓത്തിന് ഒരു പ്രത്യേകത ഉണ്ടാവും. കാരണം നമുക്ക് വേഗത്തിൽ ഓതി പോകാൻ കഴിയില്ല. അതൊക്കെ നമ്മളതൊന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കൂടെ ആ സംശയം ചോദിച്ചതിൻ്റെ പേരിൽ ഞാൻ ആവർത്തിച്ചതാണ്. പിന്നെ അതിൽ നമ്മൾ ചേർത്ത് പറഞ്ഞിട്ടുള്ളൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ കേൾക്കുക മാത്രമല്ല, ആ കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥവും അറിയുക എന്നതാണ്. നമ്മുടെ പ്രാർത്ഥനകൾ എപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്നുള്ളത് പലതവണ നമ്മൾ വിശദീകരിച്ചിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ടാകണം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നിസ്കാരത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളുടെയും അർത്ഥം പഠിപ്പിക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾ പഠിച്ചെടുക്കുകയോ അല്ലെങ്കിൽ വേണമെങ്കിൽ പ്രാർത്ഥനകളുടെ അർത്ഥങ്ങൾ മാത്രം പഠിക്കുന്ന ഏതെങ്കിലും ഭാഗമൊക്കെ നമുക്ക് വേറൊരു ക്ലാസ്സിലൂടെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങളത് പഠിച്ചെടുക്കണം. അപ്പോൾ പ്രാർത്ഥനയുടെ അത് എപ്പോഴും വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് അർത്ഥമറിയാത്തൊരു പ്രാർത്ഥനയും, നമ്മൾ നിസ്കാരത്തിൽ എന്നല്ല എപ്പോഴും നമുക്ക് അർത്ഥമറിയാത്ത ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചിട്ടേ കാര്യമില്ല. അത് പ്രത്യേകമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കില്ല എന്നാണ് പറഞ്ഞത്. അതായത് അറിയാതെ, മനസാന്നിധ്യമില്ലാതെ, ഖൽബുൻ ലാഹിയായിക്കൊണ്ട് ഒരാൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കില്ല. ഖൽബുൻ ലാഹിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറയുന്നത് എന്താണ് എന്ന് അവൻ്റെ ഖൽബിലില്ല. അപ്പോൾ നിസ്കാരം എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രാർത്ഥനകൾ ഉൾക്കൊള്ളുന്ന ഒരു കർമ്മമാണ്. അപ്പോൾ ആ പറയുന്നത് എന്താണ് എന്ന് നമ്മുടെ ഖൽബിലില്ലാതെ, മനസ്സിലില്ലാതെ, കുറച്ച് അറബി പദങ്ങൾ ഇങ്ങനെ കാണാതെ പഠിച്ച് അതിങ്ങനെ പറയുക എന്നതല്ല നിസ്കാരം എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടിയിട്ട് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് അതിൻ്റെ അർത്ഥം അറിയുക. അപ്പോൾ ഇനി നമ്മൾ കേൾക്കുമ്പോൾ, അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ തന്നെ ഉദാഹരണമായിട്ട് എടുക്കുക. നമ്മളതിങ്ങനെ കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥം കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് കേട്ടാൽ കുറച്ചുകൂടെ ശ്രദ്ധ ഉണ്ടാവും. കുറച്ചുകൂടെ എന്നില്ല, വളരെയധികം ശ്രദ്ധ നമുക്കുണ്ടാകും. പിന്നീട് നമ്മൾ അന്നിങ്ങനെ സൂചിപ്പിച്ചു പോയ ഒരു സംഗതി, തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെ, അപ്പോൾ ഓരോ പൊസിഷനിനും ഓരോ സവിശേഷതകളുണ്ട്. ആ സവിശേഷതകൾ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം ആ നമസ്കാരത്തിൻ്റെ ആ ഭാഗത്ത് നമ്മൾ വരേണ്ടത്. അപ്പോൾ ഇതിനെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ വേഗത്തിൽ പറഞ്ഞു പോകും. അപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം, നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കൈ നമ്മളുടെ ഷോൾഡറിന് നേരെ അല്ലെങ്കിൽ ചെവിക്ക് നേരെ, രണ്ടും ഏകദേശം ഒന്നായിട്ട് വരും. അത് ഉയർത്തിയിട്ട് നമ്മൾ ഇങ്ങനെ കൈ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ
ആ നെഞ്ചിൻ്റെ അവിടെ തന്നെ വെക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകമായ നിർദ്ദേശമുള്ളത്. അത് വെക്കുന്നതിനെ പറ്റിയിട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കാണാം. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി എന്ന് പ്രവാചകർ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ കർമ്മങ്ങളൊക്കെ ഓരോന്നും ചെയ്യേണ്ടത് എങ്ങനെ എന്ന് പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്നുള്ള നിലക്ക് ആ ഹൃദയത്തിൻ്റെ അടുത്ത് നമ്മുടെ ഈ കൈ ഇങ്ങനെ വെക്കുന്നു. അപ്പോൾ ആ കൈ വെക്കുന്ന തക്ബീറത്തുൽ ഇഹ്റാം, അവിടെ നമ്മൾ ആ തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് നമുക്കൊരു വലിയ ബോധം ഉണ്ടാകണം. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചു പോയതാണ്. ഇഅ്ലാനുൻ, അതൊരു പ്രഖ്യാപനമാണ്. എന്താണ് ആ പ്രഖ്യാപനം? ബി അന്നക വഖഫ്ത അൽ ആൻ അമാമൽ അക്ബർ. അല്ലാഹു അക്ബർ എന്നാണ് പറയില്ലേ. അപ്പോൾ നമ്മൾ അൽ ആൻ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അമാമൽ അക്ബർ, ഏറ്റവും വലിയവനായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതിനേക്കാൾ വലുതായിട്ടൊന്നുമില്ല. ഏറ്റവും വലിയവനായവൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു പ്രഖ്യാപനത്തോടു കൂടിയിട്ടാണ് നമ്മൾ അവിടേക്ക് പോകുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ആ ഭാഗം പറയാം. അപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടുന്നൊരു സംഗതി ഇഅ്ലാനുൻ ബി അന്നക വഖഫ്ത അൽ ആൻ അമാമൽ അക്ബർ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അമാമൽ അക്ബറാണ്, ഏറ്റവും വലിയവൻ്റെ മുന്നിലാണ്. അതുകൊണ്ട് തന്നെ ഫലാ യംബഇ അൻ തുഫക്കിറ അൽ അസ്ഗർ, ചെറിയ ചെറിയ സംഗതികളൊന്നും നമ്മുടെ ശ്രദ്ധയിലേക്ക് വരരുത് എന്നുള്ള ബോധം മനസ്സിൽ വന്നുകൊണ്ട് തന്നെ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം പറയാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, ഇദാ കുന്ത ഫീ സ്വലാത്തിക്, നീ നിൻ്റെ നിസ്കാരത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തു വേണം? ഫസ്വല്ലി സ്വലാത്ത മുവദ്ദിഇൻ, നിൻ്റെ അവസാനത്തെ നമസ്കാരം. ഒരു യാത്ര പറയുന്നവൻ എങ്ങനെയാണോ നിസ്കരിക്കുക, അപ്പോൾ ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ യാത്ര പറയും. അപ്പോൾ നമ്മൾ ളുഹ്ർ നിസ്കരിക്കാം, നമ്മൾ അസർ നിസ്കരിക്കാൻ ഈ ദുനിയാവിലില്ല എന്നൊന്ന് സങ്കല്പിച്ച് നോക്കുക. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ദുനിയാവിലെ അവസാനത്തെ നിസ്കാരമാകുന്നു ഇത് എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കണം നീ നിസ്കരിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ട്. സത്യത്തിൽ അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ എപ്പോൾ മരിച്ചാലും അതിൻ്റെ തൊട്ട് മുമ്പുള്ള നമസ്കാരം നമ്മൾ നിർവഹിച്ചിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബോധത്തോട് കൂടിയിട്ട്, അപ്പോൾ ആ ഒരു ബോധം തന്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത നിസ്കാരത്തിന് ഞാനില്ല, ഇതെൻ്റെ അവസാനത്തെ നിസ്കാരമാണ് എന്ന് ഉറപ്പായും നമ്മുടെ മനസ്സിൽ നമ്മൾ അങ്ങനെ ഒരു ചിന്ത കൊണ്ടുവന്നാൽ തീർച്ചയായും ആ ഒരു നമസ്കാരം ഏറെ ശ്രദ്ധയോട് കൂടിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. കാരണം പിന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ചാൻസ് ഇല്ല. അപ്പോൾ ഇത് ഓരോ നിസ്കരിക്കുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ആ നമസ്കാരം ഏറെ ഭംഗിയോട് കൂടിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. ഇനി നമ്മൾ നിസ്കരിക്കുമ്പോൾ ആ നോട്ടം എപ്പോഴും സുജൂദിൻ്റെ, അങ്ങനെ നിന്നിട്ട് സുജൂദിൻ്റെ ഭാഗത്തേക്കായിരിക്കണം നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ പലരും കണ്ണ് ചിമ്പിയിട്ട് അതുപോലെ തന്നെ വേറെ എവിടേക്കെങ്കിലും ശ്രദ്ധിച്ചു. അപ്പോൾ അതിലൊക്കെ റസൂൽ അവിടെ സൂചിപ്പിച്ചൊരു ഭാഗം അതുതന്നെയാണ് അവിടെ നല്ലത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോൾ നമ്മൾ കണ്ണ് ചിമ്പിയാലാണ് കൂടുതൽ ശ്രദ്ധ കിട്ടുക എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതിനേക്കാളും നല്ലതൊരു സ്ഥലത്തേക്ക് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട്, അങ്ങനെയാണ് അങ്ങനെ കണ്ണ് ചിമ്പിയിട്ട് അങ്ങനെ ആണ്ട് പറയുന്നതിന് പകരം നമ്മളവിടെ ആ സുജൂദിൻ്റെ ഭാഗത്തേക്ക് നോട്ടിട്ട് എന്നിട്ട് നമ്മൾ ആ പറയുന്നതിനെ നമ്മൾ കേട്ടുകൊണ്ട് അതിൻ്റെ അർത്ഥവും അറിഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മൾ ചെയ്യുക എന്ന്. അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിന് കൂടുതൽ ശ്രേഷ്ഠമാകുന്നത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സുജൂദിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ നോക്കിക്കൊണ്ട് നമ്മൾ പിന്നീട് ദുആഉൽ ഇസ്തിഫ്താഹ് ചൊല്ലും, അതവിടെ നിൽക്കട്ടെ. പിന്നെ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ, അപ്പോൾ ആ പ്രാർത്ഥന ദുആഉൽ ഇസ്തിഫ്താഹ് നമ്മൾ ചെയ്യുമ്പോഴും അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യും. പ്രത്യേകമായി സൂറത്തുൽ ഫാത്തിഹ അല്ലേ, സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഓതുമ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥം നമുക്കറിയാം, അർത്ഥം ഇപ്പോൾ പഠിപ്പിക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ അവിടെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ സൂറത്തുൽ ഫാത്തിഹ അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ആ സൂറത്തുൽ ഫാത്തിഹയിലേക്ക് നമ്മളിങ്ങനെ പോരുമ്പോൾ തന്നെ സൂറത്തുൽ ഫാത്തിഹ നമ്മളിങ്ങനെ ഓതുമ്പോൾ ആ സൂറത്തുൽ ഫാത്തിഹയും നമ്മളും അള്ളാഹും തമ്മിൽ നടത്തുന്ന ഒരു മുനാജാത്താണ്. മുനാജാത്തുൻ ബൈനക വബൈന റബ്ബിക്. എന്നിട്ട് നമ്മളോട് പറയാണ്, ഇദാ റത്തൽത ആയ അജാബക്കല്ലാഹ്. നമ്മളിതിലെ ഓരോ ആയത്തിങ്ങനെ ഓതുമ്പോഴും അള്ളാഹു നമ്മളോട് ഇജാബത്ത് മറുപടി നൽകുന്നുണ്ട്. അപ്പോൾ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ നമ്മളിങ്ങനെ പറയുന്നത് കേൾക്കുന്നു, അർത്ഥം മനസ്സിലാക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ
അള്ളാഹു നൽകുന്ന ഈ ഒരു മറുപടി കൂടെ നമ്മുടെ മനസ്സിലേക്ക് വരണം. അപ്പോൾ നമ്മൾ നോക്കുക, റസൂൽ അതിനെ വിശദീകരിച്ചത് എങ്ങനെയാണ്. അതായത് ഈ സൂറത്തുൽ ഫാത്തിഹ, ആ സൂറത്തുൽ ഫാത്തിഹയും അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹ എനിക്കും എൻ്റെ അടിമക്കും ഇടയിൽ രണ്ടായിട്ട് ഭാഗിച്ചു എന്നാണ്. ഖസംതു അസ്സലാത്ത ബൈനി വബൈന അബ്ദി നിസ്ഫൈൻ. എന്നിട്ട് എന്താണ് ആ രണ്ട്? വലി അബ്ദി മാസഅല. അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, അതാണ് ഒരു ഭാഗം. അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത് വലി അബ്ദി മാസഅല, എൻ്റെ അടിമ എന്താണോ എന്നോട് ചോദിക്കുന്നത്, ആ ചോദിക്കുന്നത് ഞാൻ അവന് കൊടുക്കും. അപ്പോൾ അവിടെ രണ്ട് പാർട്ട് നമുക്ക് പറഞ്ഞു തരാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഖാല അൽ അബ്ദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതാണ് ഒരു പാർട്ട്. ഈ പാർട്ട് അടിമ പറയുന്ന ഭാഗമാണ്. അടിമ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നിങ്ങനെ പറയും. അപ്പോൾ അല്ലാഹു തആല അല്ലാഹ് പറയാണ്, ഹമിദനി അബ്ദി, ഇതാ എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ ഒരു ഭാഗം നമ്മൾ പറയാം, ഏത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ അല്ലാഹു എന്താണ്? എൻ്റെ അടിമത എന്നെ സ്തുതിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് അതിങ്ങനെ കേൾക്കാൻ കഴിയണം. ആ രൂപത്തിലായിരിക്കണം നമ്മൾ ഫാത്തിഹ പറയേണ്ടത്. അല്ലാതെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടിച്ച് മിന്നിപ്പോവല്ല വേണ്ടത്. മറിച്ച് നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അല്ലാഹു ഇതാ എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു, ഹമിദനി അബ്ദി എന്ന് അല്ലാഹ് പറയുന്നു. അതിനെ നമ്മളിങ്ങനെ കേൾക്കാൻ അല്ലെങ്കിൽ അത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കും. ഇതുപോലെ ഓരോന്നും വഇദാ ഖാല അർറഹ്മാനിർ റഹീം, അടിമ പറയുന്ന ഭാഗം. അപ്പോൾ അല്ലാഹു പറയുന്നു, അസ്ന അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ വാഴ്ത്തി. അല്ലാഹു ആ പറയുന്ന വാക്ക് നോക്കുക, എൻ്റെ അടിമ എന്നെ വാഴ്ത്തിയിരിക്കുന്നു. മാലികി യൗമിദ്ദീൻ, അപ്പോൾ മജ്ജദനി അബ്ദി, ഇതാ എൻ്റെ അടിമ എന്നെ പുകഴ്ത്തി. കാരണം മാലികി യൗമിദ്ദീൻ എന്നാണ്, ആ അന്ത്യദിനത്തിൻ്റെ ഉടമസ്ഥൻ ഞാനാണ് എന്നെൻ്റെ അടിമ പറഞ്ഞു. അപ്പോൾ എന്നെ പുകഴ്ത്തിയിട്ടുണ്ട് എന്ന് പറയും. പിന്നെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലേ? നമ്മൾ പറയാണ്, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ വലി അബ്ദി, അപ്പോൾ കാല ബൈനി വ ബൈന അബ്ദി വലി അബ്ദി മാസഅല. ഇതാണ് ആ പറഞ്ഞത്. ഇത് എനിക്കും എൻ്റെ അടിമക്കും ഇടയിലുള്ളതാണ്. എൻ്റെ അടിമത പറയുന്നു, നിന്നോട് മാത്രമേ ഞാൻ ആരാധന നടത്തൂ, അതുപോലെ തന്നെ സഹായം ചോദിക്കൂ. അതുകൊണ്ട് തന്നെ എൻ്റെ അടിമ എന്ത് ചോദിച്ചാലും ഞാൻ അവന് കൊടുക്കും. കാരണം അവൻ ആരാധന നടത്താൻ, ഇബാദത്ത് നടത്താൻ, എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ ഞാനുള്ളൂ എന്നവൻ അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ അടിമ ചോദിച്ചാൽ ഞാൻ അവന് നൽകും എന്ന് അള്ളാഹു അവിടുന്ന് മറുപടി പറയും. എന്നിട്ട് നമ്മളവിടെ ചോദിക്കാനുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. എന്താണത്? നമുക്കൊരു കാര്യം ചോദിക്കാൻ, അള്ളാഹു നമ്മളോടൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞാൽ നമുക്ക് ചോദിക്കാവുന്നത്, അപ്പോൾ ഒരു ഒറ്റ കാര്യം ചോദിക്കാവൂന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ചോദിക്കുക, അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, ഇത് നമ്മൾ ചോദിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചോദിക്കുമ്പോൾ അള്ളാഹു പറയുന്ന വാക്ക് നമ്മൾ പറഞ്ഞു, നമുക്കറിയാം, ഖാല ഹാദാ ലി അബ്ദി വലി അബ്ദി മാ സഅല. അതെ, ഇത് എനിക്കും എൻ്റെ അടിമക്കും ഇടയിലുള്ളതാണ് എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് തന്നെ ഞാനിതാ അവന് ചോദിച്ചത് അവന് നൽകും എന്നുള്ള പറയുന്നതാണ്. അപ്പോൾ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഇങ്ങനെ ഓതുമ്പോൾ അതിൻ്റെ അർത്ഥം മാത്രം ഉൾക്കൊള്ളുക അതല്ല ചെയ്യേണ്ടത്. ഇവിടെ അള്ളാഹു നൽകുന്ന ഈ ഒരു മറുപടി കൂടെ കണ്ടുകൊണ്ട് നമുക്ക് സൂറത്തുൽ ഫാത്തിഹ ഓതാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഏറെ ഭംഗിയുള്ള ഒരു പ്രാർത്ഥനയായിരിക്കും അത് എന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നെ നമ്മൾ സൂറത്തുകൾ ഓതുന്നു, ആ സൂറത്തുകളും ഓതുന്ന ഖുർആനിൽ നമ്മൾ ഓതുന്ന എല്ലാ സൂറത്തുകളും അതിൻ്റെ അർത്ഥം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇമാമായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അർത്ഥമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഓതിപ്പോകും. എന്നാലും ഏറെ ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മൾ ആ സൂറത്ത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ റുക്കൂയിലേക്കാണ് പോകുന്നത്, അല്ലേ? റുക്കൂവിനെ സംബന്ധിച്ച് നമ്മൾ അപ്പോൾ ഓരോ ഇതിലേക്ക് പോകുമ്പോഴും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. റുക്കൂവിലേക്ക് നമ്മൾ പോകുമ്പോൾ ഖുദൂഉൻ ലിൽ അലീം, അലീമായിട്ടുള്ള മഹാനായിട്ടുള്ളവൻ്റെ മുന്നിലുള്ള ഒരു സമർപ്പണമാണത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു അടിമക്ക് മറ്റൊരാളുടെ മുന്നിലും റുക്കൂ ചെയ്യാൻ, കുനിയാനുള്ള അവകാശമില്ല. റസൂലിനോട് ചോദിക്കുന്നുണ്ടത്. ഒരാളെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് സലാം കൊടുക്കാം, അല്ലേ? അതുപോലെ തന്നെ അയാളെ ആലിംഗനം ചെയ്യാം, ഇതൊക്കെ ചെയ്യാൻ പറ്റും. എന്നാൽ അയാളുടെ മുന്നിൽ റുക്കൂ ചെയ്യാൻ പറ്റുമോ, കുനിയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പാടില്ല എന്നാണ് പറഞ്ഞത്.
അങ്ങനെ ഒരു അടിമ മറ്റൊരു അടിമയുടെ മുന്നിൽ കുനിയേണ്ട ആവശ്യമില്ല. എന്നാൽ അത് അള്ളാഹുവിൻ്റെ മുന്നിലാണ് പാടുള്ളത്. അപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ മുന്നിലുള്ള സമർപ്പണത്തിൻ്റെ ഏറ്റവും നല്ലൊരു രൂപമാണ് റുക്കൂ. നിസ്കാരത്തിന് തന്നെ റുക്കൂ ചെയ്യുന്നവരുടെ കൂടെ നിങ്ങൾ റുക്കൂ ചെയ്യാന്നാണ്. അത് നിസ്കരിക്കുന്നവരുടെ കൂടെ നിങ്ങൾ നിസ്കരിക്കുക എന്ന് പറഞ്ഞപ്പോൾ പറയുന്നതിന് പകരം ആ നിസ്കാരത്തിന് തന്നെ റുക്കൂ എന്നുള്ള പേര് കൊടുത്തുകൊണ്ടാണ് അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ റുക്കൂ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അത് അള്ളാഹുവിൻ്റെ മുന്നിലുള്ള സമർപ്പണമാണ്. ഖുദൂഉൻ ലിൽ അലീമി സുബ്ഹാന. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവിടെ ഫത്തഖൂലു സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് പറയുന്നത്. വേറെയും പ്രാർത്ഥനകളുണ്ട്. അപ്പോൾ ഇത് അള്ളാഹുവിൻ്റെ മുന്നിലുള്ള ഒരു സമർപ്പണമാണ് എന്ന് പറഞ്ഞ് വിചാരിച്ച് റുക്കൂ ചെയ്യാം. എന്നിട്ട് നമ്മൾ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നു. അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവിടെ പറയുന്ന വാക്ക് സമി അല്ല കേട്ടിരിക്കുന്നു, ലിമൻ ഹമിദഹു അവനെ സ്തുതിച്ചവനെന്ന്. അപ്പോൾ ആ അല്ല കേട്ടു എന്ന് നമ്മൾ പറയണം. അല്ല കേട്ടു ആ സ്തുതി. അപ്പോൾ അത് അല്ല കേട്ടു എന്ന് പറയാൻ മാത്രമുള്ള ഒരു സ്തുതി ആയിരിക്കണം. വെറുതെ അവിടെ പോയിട്ട് റുക്കുവിൽ എന്തൊക്കെയോ ഇങ്ങനെ പടഞ്ഞിട്ട് സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് വേഗത്തിൽ പറയല്ല. നമ്മൾ ആ സ്തുതിച്ചതിനെ, അവിടെ അള്ളാഹുവിനെ നമ്മൾ വാഴ്ത്തിയതിനെ, ഇതാ തൻ്റെ അടിമ വാഴ്ത്തിയത് അല്ല കേട്ടിട്ടുണ്ട് എന്ന് നമ്മളെ കൊണ്ട് അല്ല പറയിപ്പിക്കുകയാണ്. അപ്പോൾ ആ പറയണതിന് മുന്നേ ആ പറഞ്ഞത് അള്ളാഹു കേൾക്കത്തക്ക രൂപത്തിലുള്ള പറച്ചിലായിരിക്കണം എന്നുള്ളത് നമ്മുടെ ശ്രദ്ധയിലേക്ക് വരണം. ഇനി നമ്മൾ സൂചിപ്പിച്ചു സുജൂദിനെ സംബന്ധിച്ച് മുമ്പുള്ള ക്ലാസ്സിൽ. പിന്നെ നമ്മൾ സുജൂദിലേക്ക് പോവുകയാണ്. അപ്പോൾ സുജൂദിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതി എന്താണ്? അഖ്റബുമാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്. ഒരു അടിമ തൻ്റെ റബ്ബുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന സന്ദർഭത്തിലേക്കാണ് ഞാൻ പോകുന്നത് എന്ന ബോധത്തോടു കൂടിയിട്ട് പോകും. മാത്രമല്ല ആ ഒരു സുജൂദിൻ്റെ പ്രത്യേകത അസ്സുജൂദ് ഖുശൂഉൻ വദില്ലുൻ വഇൻകിസാറുൻ ബൈന യദയിൽ അഅല സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് നമ്മൾ അതുകൊണ്ട് പറയുന്നു. ഭക്തി, പരിപൂർണമായ ഭക്തി. അതുപോലെ തന്നെ വിനയം. ആ വിനയത്തിൻ്റെ, ഭക്തിയുടെയും വിനയത്തിൻ്റെയും ഒക്കെ ആ ഒരു ഏറ്റവും നല്ല രൂപമാണ് ബൈന യദയിൽ. അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ പരിപൂർണമായ ഭക്തി കാണിക്കുകയാണ്, വിനയം കാണിക്കുകയാണ്. കാരണം നമുക്കറിയാം ഒരാളുടെ മുന്നിലും, നേരത്തെ റുക്കുവിനെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ അതിനേക്കാൾ ഗൗരവമുള്ളതാണ്, ഒരാളുടെ മുന്നിലും സുജൂദ് ചെയ്യുക എന്നുള്ളത് പാടേയില്ല. അത് അള്ളാഹുവിൻ്റെ മുന്നിൽ മാത്രമല്ല അള്ളാഹുവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സന്ദർഭം, ഏറ്റവും ഉന്നതനായ അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ കാണിക്കുന്ന വിനയം. അതുകൊണ്ടാണ് സുബ്ഹാന റബ്ബി അൽ അഅല, സുബ്ഹാന റബ്ബി അൽ അഅല എന്ന് നമ്മളവിടെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അവിടെ ആ സുജൂദിൽ നിൽക്കുമ്പോൾ ആ സുജൂദിൽ നമുക്ക് ആ ഒരു ബോധത്തോടു കൂടിയിട്ട് സുജൂദ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സുജൂദിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഇരുത്തത്തെ സംബന്ധിച്ച് ബൈന സജദത്തൈൻ തഅദ്ദുബുൻ ബൈന യദയില്ല എന്നാണ്. അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരു അദബോട് കൂടിയിട്ട് അവിടെ ഇരിക്കുകയാണ്. ഒരു അദബ് കാണിച്ചിട്ട് നമ്മൾ അവിടെ ഇരിക്കുന്നു അള്ളാഹുവിൻ്റെ മുന്നിൽ. എന്നിട്ട് നമ്മൾ നടത്തുന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥനയുടെ വലുപ്പം ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്ത് നിങ്ങൾ അത് കേൾക്കുക. കാരണം കൊണ്ട് ആവർത്തിച്ചാൽ നമ്മൾ സംസാരിക്കുന്ന ഈ സംസാരം നീണ്ടുപോകും എന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു അദബോട് കൂടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചോദിക്കാനുള്ളതെല്ലാം ചോദിക്കുന്നൊരു പ്രാർത്ഥനയാണിത്, അല്ലേ? ആ പ്രാർത്ഥന നമ്മളിങ്ങനെ അദബോട് കൂടിയിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞു പിന്നെ വീണ്ടും നമ്മൾ സുജൂദ്. അങ്ങനെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു റക്അത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതേപോലെ ആവർത്തിച്ചിട്ട് പിന്നെ അത്തഹിയാത്തിലേക്കാണ് വരിക. അപ്പോൾ അത്തഹിയാത്തിനെ സംബന്ധിച്ച് അത്തഹിയാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അഭിവാദ്യം, അല്ലേ? അഭിവാദ്യം അർപ്പിക്കുക. അപ്പോൾ നമ്മളവിടെ തഖ്ദീമുൽ ലിത്തഹിയാത്തി ലില്ലാഹ്, അള്ളാഹുവിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്, പിന്നെ അള്ളാഹുവിന് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, പിന്നെ നമുക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ എല്ലാ സ്വാലിഹീങ്ങളായിട്ടുള്ള അടിമകൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മളവിടെ തഹിയ്യത്തും അവർക്ക് വേണ്ടിയിട്ട് സലാമും പ്രാർത്ഥനയൊക്കെ നടത്തും. അപ്പോൾ തഹിയ്യാത്തും വളരെ പ്രധാനപ്പെട്ട ഭാഗമായി ഉൾക്കൊണ്ട് മനസ്സിലാക്കി, കാരണം ഇനി നമ്മളതിൽ നിന്നിങ്ങനെ വിരമിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു ശ്രദ്ധയോട് കൂടിയിട്ട് തന്നെ നമ്മൾ അത്തഹിയാത്ത് ഓതേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഇതിൻ്റെ അവസാന ഭാഗത്ത് ചില കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. ഇപ്പോൾ നിസ്കാരം നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് എന്നറിയാം. മനുഷ്യൻ്റെ എല്ലാ ഭാഗവും, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ ഈ കാണുന്ന ജസദ് മാത്രമല്ലല്ലോ ഉള്ളത്, അല്ലേ? അവൻ്റെ ജസദ് ശരീരമുണ്ട്,
അതുപോലെ തന്നെ അവൻ്റെ മൈൻഡ്, മനുഷ്യൻ്റെ മൈൻഡ് ഉണ്ട്. പിന്നെ ഈ ശരീരത്തിൽ തന്നെ ഓരോ വ്യത്യസ്തമായ അവയവങ്ങളുണ്ട്, അവൻ്റെ ചിന്തയുണ്ട്. ഇതെല്ലാം കൂടെ കൂടിച്ചേരുന്നതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇബാദത്തുൽ ജസദ്, ജസദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു ഇബാദത്ത് ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൽബ്, നമ്മുടെ ഹൃദയം ഭാഗവാക്കാവുന്ന ഭാഗങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ അഖില് ഭാഗവാക്കാവുന്ന പിന്നെ ഭാഗങ്ങൾ വരുന്നുണ്ട്. റൂഹ് അതുമായി ബന്ധപ്പെട്ടതുണ്ട്. പിന്നെ ശരീരത്തിലെ ഓരോ അവയവങ്ങളുണ്ട്. ഏതൊക്കെയാണ് എന്നുള്ളത് പെട്ടെന്ന് പറഞ്ഞു പോകാം നമുക്ക്. ഇപ്പോൾ ഇബാദത്തുൽ ജസദ് വലിയൊരു പാർട്ടാണ് അല്ലേ. നമ്മൾ നിന്നുകൊണ്ട് ഓരോന്നും നമ്മൾ അനങ്ങിക്കൊണ്ടാണ് ചെയ്യുന്നത്. ഒരു ഭാഗത്ത് ഇങ്ങനെ നിന്ന് അങ്ങനെ ചെയ്യുന്നൊരു ഭാഗത്തല്ല, മറിച്ച് കുറച്ച് നേരം നിൽക്കുന്നു, പിന്നെ റുക്കൂയിലേക്ക് പോകുന്നു, വീണ്ടും എഴുന്നേൽക്കുന്നു, സുജൂദിലേക്ക് പോകുന്നു. അങ്ങനെ നമ്മുടെ ശരീരം ഇതിന് ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ മുട്ടുകൊണ്ട് വയ്യാഞ്ഞാൽ, ഊര കൊണ്ട് വയ്യാഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഇബാദത്താകുന്നു എന്നാണ്. അപ്പോൾ അൽ ഖിയാം നമ്മൾ പറഞ്ഞു നിൽക്കുക, അത് ശരി. പിന്നെ ജസദാണ് അതിൻ്റെ നിൽക്കുക എന്നുള്ളതിലെ നേരെ ചൊവ്വ നിൽക്കാൻ കഴിയണം. അങ്ങനെ നേരെ ചൊവ്വ നിൽക്കാൻ കഴിയുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ. മനുഷ്യന് മാത്രമാണ് അങ്ങനെ നീണ്ടു നിവർന്ന് നിൽക്കുന്ന ജീവിയുള്ളത്. ബാക്കിയുള്ളതിനൊക്കെ കുറച്ചൊരു വളവുണ്ടാവും. ഓരോ ജീവികളും എടുത്ത് നോക്കി അല്ലേ, പലതും ഇങ്ങനെ അഴിഞ്ഞിട്ടാണ്, വയറുകൊണ്ട് അഴിഞ്ഞിട്ടാണ് പോകുന്നത്. 4 കാലുമലാണ് പോകുന്നത്, 2 കാലുമലാണ് പോകുന്നത്, ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. നീണ്ടു നിവർന്ന് നിൽക്കുന്ന അത് ആ ജീവികളിൽ പ്രധാനപ്പെട്ടത് മനുഷ്യനാണ്. അല്ലെങ്കിൽ മനുഷ്യന് മാത്രമേ ഉള്ളൂ. ഇനി ഏതെങ്കിലും അങ്ങനെ നീണ്ടു തീർന്ന് ജീവിക്കുന്ന ജീവികളുണ്ടോയെന്ന് അറിയില്ല. ഏതായിരുന്നാലും അൽ ഖിയാം, ആ നൃത്തം നമ്മൾ നേരത്തെ പറഞ്ഞു തഅ്ലീമാണ് അല്ലേ, തഅ്ലീമൻ മഹത്വപ്പെടുത്തിയിട്ടാണ്. റുക്കൂവിനെ സംബന്ധിച്ച് പറഞ്ഞു അത് വിനയാണ്. അപ്പോൾ ഇത് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തി നമ്മളവിടെ നിൽക്കുകയാണ്. പിന്നെ അള്ളാഹുവിന് വിനയം, സമർപ്പണം കാണിച്ചുകൊണ്ട് അല്ലേ, അള്ളാഹുവിന് സമർപ്പണം കാണിച്ചുകൊണ്ട് നമ്മൾ റുക്കൂവിലേക്ക് പോയതാണ്. അതുപോലെ തന്നെ അള്ളാഹുവോട് വിനയവും കാണിച്ചുകൊണ്ടാണ് നമ്മൾ സുജൂദിലേക്ക് പോയത്. പിന്നെ അവിടെയുള്ള ഇരുത്തം എന്ന് പറയുന്നത് തഅദ്ദുബാണ്, അദബ് കാണിച്ചുകൊണ്ടുള്ള ഇരുത്താണ്. അപ്പോൾ ഓരോന്നും അവിടെ ജസദുമായി ബന്ധപ്പെട്ട, ശരീരവുമായി ബന്ധപ്പെട്ട ഓരോ ഭാഗങ്ങളുണ്ട്. ഇനിയോ നമ്മുടെ കൽബുമായി ബന്ധപ്പെട്ട്, കൽബ് നമ്മൾ പറയുന്നത് അൽ ഖുശൂ വൽ ഖുദൂ വത്ത് തഅ്ലീം, ഇതൊക്കെ കൽബാണ്. അതായത് ഖുശൂ ഭക്തി, അത് ഭക്തി വരുന്നത് നമ്മുടെ കൽബിലാണ്, മനസ്സിലാണ്. അപ്പോൾ ഒരിക്കൽ ഒരാളിങ്ങനെ ഈ താട ഈ നെഞ്ചിമേൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നിസ്കരിക്കുക. അപ്പോൾ അത് കണ്ടപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവർ വടിയെടുത്തിട്ട് അവൻ്റെ താടായ്മന്ന് ഇങ്ങനെ എടുത്തിട്ട് പറഞ്ഞു, ഇത് എൻ്റെ താടമലല്ല എൻ്റെ ഖുശൂ എന്ന് പറയുന്നത്. അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഭാവങ്ങൾ ഇങ്ങനെ കാട്ടിക്കൂട്ടലുണ്ടാവുമല്ലോ, ഈ കാട്ടിക്കൂട്ടലിലൊന്നുമല്ല ഖുശൂ എന്ന് പറയുന്നത്. ഖുശൂ നമ്മുടെ അത്തഖ്വ ഹാ ഉന എന്ന് പറഞ്ഞത്, തഖ്വ എവിടെയാണെന്ന് പറഞ്ഞു റസൂലേ, ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ സൂക്ഷ്മത അല്ലെങ്കിൽ ഖുശൂ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയവുമായിട്ടാണ് അതിന് ബന്ധമുള്ളത്. അപ്പോൾ നമ്മുടെ ഹൃദയം അതിന് അവിടെ ബന്ധമുണ്ട് നിസ്കാരത്തിൽ. പിന്നെയോ ഇബാദത്തുൽ അഖ്ലാണിത്. ഇബാദത്തുൽ അഖ്ൽ ബുദ്ധിയായിട്ട് ബന്ധമുണ്ട്, ബുദ്ധിക്കൊരു ബന്ധമില്ലാത്ത സാധനമല്ല. പിന്നെയോ എന്താണ് അത്തഫക്കുർ, ചിന്തിക്കണം. നമ്മൾ പറഞ്ഞു നമ്മൾ ഓതുന്ന സംഗതി നമ്മളിങ്ങനെ കേൾക്കുന്നു, ചിന്തിക്കുന്നു. അപ്പോൾ ചിന്തിക്കണം, ചിന്ത വേണം അവിടെ. അതുപോലെ തന്നെ ചിന്തയോടൊപ്പം തന്നെ തദബ്ബുർ, വെറും ചിന്തയല്ല, ഗൗരവമുള്ള തദബ്ബുർ വേണം, ആലോചന വേണം. അപ്പോൾ നന്നായി ആ പറയുന്ന ചിന്ത സാധാരണ നിസ്കാരത്തിൽ വരേണ്ട, ആ ചിന്ത ഇല്ലാതാക്കാനാണ് നമ്മളത് പറഞ്ഞത്. അങ്ങനെയുള്ള ചിന്ത അല്ല പറഞ്ഞത്. തഫക്കുർ ഫിക്ർ നമുക്ക് എപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷെ ആ ഫിക്റിനെ സംബന്ധിച്ചല്ല പറഞ്ഞത്. നമ്മൾ ആ ചെയ്യുന്ന കർമ്മവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, നമ്മൾ ചെയ്യുന്ന പാരായണം ചെയ്യുന്ന ദുആകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫിക്റുകൾ വരണം, ആലോചനകൾ വരണം. ഫീമാ യഖൂലു വയഖ്റ, ഫീമാ യുഖാലു വയുഖ്റ. അതായത് അവൻ ആ പറയുന്ന, അള്ളാഹുവോട് പറയുന്ന, അതുപോലെ തന്നെ അവൻ ആ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഒക്കെയുള്ള ആലോചനയും ചിന്തയും. അപ്പോൾ അവിടെ അഖലിന് അവിടെ പാർട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഇബാദത്തു റൂഹ് അല്ലേ, നമ്മുടെ റൂഹ്, അതാണ് ഖുറത്തു ഐനി ഫി സ്വലാത്ത്. ആ റാഹത്ത് അനുഭവിക്കുന്നത് നിസ്കരിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ റാഹത്ത് ഉണ്ടാകുന്നത് നമ്മുടെ ഏതെങ്കിലും അവയവങ്ങൾക്കല്ല, കയ്യിനോ കാലിനോ കണ്ണിനോ ഒന്നും അല്ല ഉണ്ടാകുന്നത്. അത് നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ കഴിയാത്ത ഒന്നാണ്. അതാണ് നമ്മുടെ റൂഹ് അനുഭവിക്കുന്ന ഒരു സന്തോഷമാണത്. അതുപോലെ ഫർഹ്, ഏതാണ് എന്ത് ഫർഹാണ് നിസ്കരിക്കുമ്പോഴത്? അൽ ഫർഹു ബിൽ വുഖൂഫി ബൈന യദയില്ല, അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമാണ്. ആ ഒരു സന്തോഷം നമ്മുടെ ആത്മാവ് അനുഭവിക്കുന്നു. അപ്പോൾ നമ്മുടെ ആത്മാവുമായിട്ട് അതിന് ബന്ധമുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ അവയവങ്ങളും ഇബാദത്തു അൽ യദൈൻ അല്ലേ, കൈ
നിസ്കാരത്തിൽ ചലിക്കുന്നുണ്ട്. ആദ്യം തന്നെ കൈയാണ് ചലിക്കുന്നത് അല്ലേ, പിന്നെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കൈയിൻ്റെ ചലനം, അതാണ് റഫ് തഅലീമൻ എന്നാണ്. തഅലീം ചെയ്തുകൊണ്ടാണ്, അതൊരു അംഗീകരിക്കലാണ്, കീഴടങ്ങലാണ്. കണ്ടിട്ടില്ലേ, അങ്ങനെ ഒരു കീഴടക്കം അതിനവിടെ ഉണ്ട്. അപ്പോൾ ആ തഅലീം, അള്ളാഹുവിൻ്റെ മുന്നിൽ കീഴൊതുങ്ങിക്കൊണ്ട് അവനെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് കൈയിൻ്റെ. പിന്നെ ഖബ്ള് എന്ന് പറഞ്ഞാൽ അങ്ങനെ പിടിക്കുന്നു, അത് തഅദ്ദുബാണ്, ഒരു അദബാണ്. തഅദ് അല്ലെ, കയ്യേറ്റ് ഇങ്ങനെ അതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കില്ല, ഒരു അദബ്, ഒരു മര്യാദ നമ്മളവിടെ കാണിക്കുകയാണ്, കയ്യിനെ ഒരു ഭാഗത്തവിടെ വെച്ചുകൊണ്ട്. പിന്നെ ഇസ്തിസ്ലാമൻ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കീയൊതുങ്ങുക. അപ്പോൾ അവിടെ കയ്യിൻ്റെ ഓരോ ഭാഗങ്ങളോടെ അവിടെ കീയൊതുക്കിക്കൊണ്ട്, ഇപ്പോൾ നമ്മളൊരാളത് ഒതുങ്ങുന്നതിൻ്റെ ഓരോ രൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ ഇസ്തിസ്ലാം പ്രകടിപ്പിച്ചുകൊണ്ട്, കീയൊതുക്കം പ്രകടിപ്പിച്ചുകൊണ്ട് കയ്യിൻ്റെ ഓരോ ഭാഗങ്ങൾ നമുക്കവിടെ കാണാം. പിന്നെ ഉദിനെന്താണ്? ഉദിനെ നമ്മൾ പറഞ്ഞു, നമ്മൾ ആ ഓതുന്നതിനെ നമ്മൾ കേൾക്കുക അല്ലേ, മനസ്സിലാക്കുക. അപ്പോൾ അവിടെ ആ ചെവിയാണ് അതിൻ്റെ പാർട്ട് വരുന്നത്. പിന്നെ ഐന് നമ്മൾ പറഞ്ഞു സുജൂദിൻ്റെ ഭാഗത്തേക്ക് നോക്കണം. അള്ളാഹുവിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ള അദബുണ്ടാകണം, ഹയാ ഉണ്ടാകണം. അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അതും ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ലജ്ജണ്ടാണ്. അപ്പോൾ അതൊക്കെ വരുന്നത് ആ കണ്ണാണ്. പിന്നെ നാവിനെ സംബന്ധിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല അല്ലേ. നാവ് കൊണ്ടാണ് നമ്മൾ അള്ളാഹു അക്ബർ പറയുന്നത്, അള്ളാഹുവിനെ വാഴ്ത്തുന്നത്, ഓതുന്നത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ സംഗതികളും നമ്മൾ ചെയ്യുന്നത് നാവ് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട മിക്ക അവയവങ്ങളും അതിൽ ഭാഗവാക്കാവുന്നു. അങ്ങനെ ചെയ്യുന്ന ഒന്നായിരിക്കണം. അപ്പോൾ എല്ലാ അവയവങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾക്ക് ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അങ്ങനെ ശ്രദ്ധയോടുകൂടെ നമ്മൾ പറയുന്നതെല്ലാം നമ്മൾ കേട്ട് അത് അംഗീകരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ 5 നേരം നമ്മൾ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിന് വലിയ പ്രതിഫലമാണ് അല്ലേ. ഇനി നമ്മളിതിൽ ഒരു മൂന്നാമത്തെ ഭാഗത്ത് കേൾക്കേണ്ടുന്നത് നമസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല. ഇപ്പോൾ നിസ്കാരത്തെ പറ്റിയിട്ട് പലതും പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒന്ന് 5 നേരം കുളിക്കുന്നവൻ്റെ ഉദാഹരണം. അപ്പോൾ എങ്ങനെയാണ് നിസ്കാരം വഴി നമ്മളുടെ പാപങ്ങൾ പുറത്തു കിട്ടുന്നത്? എങ്ങനെയാണ് നിസ്കാരങ്ങൾ വഴി നമുക്ക് ഖുർറത്ത് അഴിനുണ്ടാകുന്നത്? പിന്നെ നിസ്കാരത്തിലെ ഓരോ പ്രാർത്ഥനയുടെയും വലിയ വലിയ പ്രാധാന്യങ്ങൾ അല്ലെ, വലിയ വലിയ പ്രാധാന്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഓരോ പ്രാർത്ഥനകളാണ് നിസ്കാരത്തിലുള്ളത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് കൂടെ ഇതിനോട് ചേർത്ത് നമുക്ക് വായിക്കേണ്ടതുണ്ട്. പക്ഷേ നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ ആദ്യം പറഞ്ഞതും ഈ പറഞ്ഞതും കൂടെ നിങ്ങൾ കേട്ട് ഒന്ന് ശ്രമിച്ചു നോക്കും. അപ്പോൾ ഒരുപാട് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് അനുഭവമുള്ളവർ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഒന്നാമത്തെ ഭാഗം കേട്ടപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ അതിൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ ഭാഗം കൂടെ നിങ്ങൾ അതിനെ ചേർത്ത് വായിക്കുമ്പോൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ നമസ്കാരം നിർവഹിക്കാൻ കഴിയും. അപ്പോൾ നമ്മളായി ചെയ്യുന്ന കർമ്മം നമ്മൾ ചെയ്യുന്നതിനെ ഏറെ പ്രതിഫലമുള്ളതാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. റമദാനിൻ്റെ ഈ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ കൂടുതലായി അല്ലാഹുമായി അടുത്തുകൊണ്ട് അവൻ നമുക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ പുണ്യങ്ങളും അത് വാരിക്കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.